നമുക്കൊന്ന് കോഴിക്കോട്ടേക്കൊന്ന് പോകണം. കോഴിക്കോട്ട് കുറേ പ്രേക്ഷകർ മെസ്സേജ് അയച്ചിരുന്നു. തുടർച്ചയായിട്ട് 2 ദിവസമായിട്ട് മെസ്സേജ് കണ്ടു. കോപ്പറേറ്റീവ് ബോർഡ് പരീക്ഷയിൽ പിഴവെന്നാണ് ആരോപണം. ചെറുവണ്ണൂർ എക്സാം സെന്ററിൽ സീൽ പൊട്ടിച്ച ചോദ്യപേപ്പർ എത്തി. ചോദ്യപേപ്പർ എണ്ണം കുറവെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. കോപ്പറേറ്റീവ് ബോർഡ് സെക്രട്ടറിക്ക് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് വെറും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു, എന്താ സാർ ഇങ്ങനെ ഈ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ തരുന്നത് എന്താണെന്ന് ചോദിച്ചു. ക്ലാസ്സിലുണ്ടായിരുന്ന ഇൻവിജിലേറ്റർ എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി അന്വേഷിച്ചു വന്നിട്ട് പറഞ്ഞു അത് ക്വസ്റ്റ്യൻ പേപ്പർ തികയാഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തികയാതെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി അവരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അവർ വന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ സ്റ്റാഫാണോ അല്ലെങ്കിൽ CSEBയിലെ ഉദ്യോഗസ്ഥനാണോ എന്നറിയില്ല, അവർ വന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറവായതിനാലാണ്, വേറൊരു ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞു. ഓഫീസിൽ പോയ സമയത്ത് ഓഫീസിൽ നിന്ന് പറഞ്ഞത് 12:45 OMR ഇവിടെ തികയുന്നില്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് മീൻചന്തയിൽ നിന്ന് അത് കൊണ്ടുവന്നിട്ടാണ് കുട്ടികൾ കൊടുത്തത്. ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ആബ്സെൻ്റ് ഉണ്ടോ ആ ക്ലാസ്സിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് കുട്ടികൾ കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഇത് കൺഫർമേഷൻ കൊടുത്ത് എഴുതിയൊരു എക്സാം ആയതുകൊണ്ട് എത്ര കുട്ടികൾ ആ സെൻറ്ററിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ CSEBക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഇപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ വാങ്ങി അത് കൊണ്ടുവന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു സുതാര്യത എന്താണെന്നുള്ളത് ദീപക് ഉണ്ട് നമുക്കിപ്പം. ദീപക്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ആരോപണം ഈ ഉദ്യോഗാർത്ഥികൾക്കുണ്ടോ? ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളൊരു സംശയമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ളത്. അതായത് ഈ 12-ാം തീയതിയാണ് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഒരു പരീക്ഷ ജൂനിയർ ക്ലർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതിൽ തന്നെ കോഴിക്കോട് ചെറുവണ്ണൂർ സെന്ററിലെ 17 നമ്പർ മുറിയിലെത്തിയ കുട്ടികൾക്കാണ് അവരുടെ മുൻപിൽ വെച്ചാണ് ഈ ചോദ്യപേപ്പർ പൊതുവെ പൊട്ടിക്കാറുള്ളത്. നമ്മൾ PSCയുടെ എക്സാമിനേഷനൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ആ ബണ്ടിൽ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ 2 പേരുടെ ഒപ്പ് വാങ്ങിയാണ് അത് പൊട്ടിക്കേണ്ടത്. പക്ഷേ പൊട്ടിച്ചിട്ടുള്ള ഒരു ബണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം അവർ പറയുന്നു. അത് ചോദ്യം ചെയ്തു, അതിന് കൃത്യമായ മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ആ സെന്ററിൽ തന്നെ കൂടുതലായിട്ടുള്ള കുട്ടികൾ വരുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ മറ്റൊരു സെന്ററിൽ നിന്ന് OMR ഷീറ്റ് എത്തിച്ചു എന്നുള്ള വാദം ഇവർ ഉന്നയിച്ചു എന്നുള്ളത് കൂടി പരാതിയായി പറയുന്നുണ്ട്. അധ്യാപകർക്ക് കൃത്യമായി ചോദ്യപേപ്പർ ഇല്ലാത്തത് കൊണ്ട് അത് ആബ്സെന്റീസിൻ്റെത് എടുത്തു എന്നുള്ള വാദവും കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആബ്സെന്റീസിന്റെ കണക്കൊക്കെ വരണമെങ്കിൽ ഏതാണ്ട് ഇൻവിജിലേറ്റേഴ്സ് എത്തിയതിനു ശേഷം മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് ചോർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം അവർ ഉന്നയിക്കുകയാണ്. അതിൽ ഒരു വ്യക്തത വരുത്താൻ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഫീ ഉൾപ്പെടെ അടച്ച് വളരെ പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതുന്ന എക്സാമാണ്. അതിൽ അങ്ങനെ ചോർന്നു പോയാൽ തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് അറിയാമല്ലോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ശരി, താങ്ക് യു ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പറൊക്കെ ചോർന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അധികാരികൾ ശ്രദ്ധിക്കുക.